ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണുവിന്റെ ഹാർട്ട് സ്വീകരിച്ചിരിക്കുന്ന ആളെ കുറിച്ച് വിഷ്ണുവിന്റെ വൈഫിന് അറിയണം എന്നൊരാഗ്രഹം. അതിന് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ ഡോക്ടർ? ഇമ്പോസിബിൾ, നടക്കില്ല. അങ്ങനെ അവള് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇനി അവൾക്ക് വേണ്ടിയും അവളുടെ കുട്ടികൾക്ക് വേണ്ടിയും ജീവിച്ചു തുടങ്ങും. എനിക്കറിയാം, ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണെന്ന്. വിഷ്ണുവിന്റെ ഓർമ്മകളിൽ നിന്നും ശാലിനിയെ പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാനൊന്നും ആവില്ല. എങ്കിലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്റെ മോൾക്കും കുട്ടികൾക്കും വേണ്ടി. കാണിക്കുന്ന മുറി പൂട്ടുന്നോ? അതിനുള്ളിൽ വല്ല നിധിയും കൊണ്ടുവച്ചിട്ടുണ്ടോ? ചിലപ്പോ ഉണ്ടാവും. കളക്ടർ മോള് കൊടുത്തുവിട്ടാ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ അതിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ പൂട്ടിപ്പോവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തായിരിക്കും അത്? ഹലോ, മുകുന്ദന്റെ ചേച്ചിയല്ലേ? അതെ, ഞാൻ രേഷ്മ. ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. മുകുന്ദൻ വിളിച്ചിരുന്നു. ഞാൻ ഏത് സെക്ഷനിലേക്കാ വരണ്ടേ? ഞാൻ കണ്ടു. ഞാനിവിടെ ഉണ്ട്. ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഹായ് രേഷ്മ. മുകുന്ദൻ രാവിലെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അത്ര അത്യാവശ്യമായതുകൊണ്ടാ. മുകുന്ദൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ലേ? ഡോക്ടറെ കാണാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കി തരാം. ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞ് മേടിക്കാനുള്ളത് നേരിട്ട് മേടിച്ചോണം. അത് ഞാൻ ഏറ്റു. എങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ അകത്തുനിന്ന് കയറി പറയട്ടെ. വിഷ്ണുട്ടന്റെ അവയവങ്ങൾ കൊടുത്തത് ആർക്ക്? മറ്റാരെയും കണ്ടില്ലെങ്കിലും ഹൃദയം കൊടുത്ത ആ ഒരാളെങ്കിലും ഒന്ന് കണ്ടാ മതി. രേഷ്മ, ഡോക്ടർ ഇപ്പൊ ഫ്രീ ആണ്. കേറി സംസാരിക്കാം, വാ. എന്തോ ഒരു ആവശ്യമായിട്ടാണ് വന്നതെന്ന് നഴ്സ് രമണി പറഞ്ഞു. പറഞ്ഞോളൂ, എന്താ ആവശ്യം? ഡോക്ടർ, അത് പിന്നെ കുറച്ചു നാളു മുമ്പ് ഇവിടെ ഒരു ഹാർട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നിരുന്നു.
ഹാർട്ട് കൊണ്ടുവന്നത് മധുരയിലെ ഒരു ഹോസ്പിറ്റലിൽ നിന്നാ. അന്ന് അവിടെ വച്ച് മസ്തിഷ്ക മരണം സംഭവിച്ച വിഷ്ണു എന്ന എന്റെ ഈ സുഹൃത്തിന്റെ ഹൃദയമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആയിരിക്കാം, ചിലപ്പോ അല്ലായിരിക്കാം. എന്തായാലും ഇതേക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാര്യം എനിക്കില്ല. അങ്ങനെയല്ല ഡോക്ടർ, ഈ വിവരമൊന്നും വിഷ്ണുവിന്റെ വീട്ടുകാർ അറിഞ്ഞിട്ടില്ലായിരുന്നു. വിഷ്ണുവിന്റെ വൈഫ് തന്നെ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞത് ഈ അടുത്ത ദിവസങ്ങളിലാ. ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ചാ, വിഷ്ണുവിന്റെ ഹാർട്ട് സ്വീകരിച്ചിരിക്കുന്ന ആളെ കുറിച്ച് വിഷ്ണുവിന്റെ വൈഫിന് അറിയണം എന്നൊരാഗ്രഹം. അതിന് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ ഡോക്ടർ? ഇമ്പോസിബിൾ, നടക്കില്ല. ഡോണറെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഹാർട്ട് സ്വീകരിച്ച ആളിനോടോ അയാളുടെ ബന്ധുക്കളോടോ പറയില്ല. അതേപോലെ തിരിച്ചും പറയില്ലെന്ന് പറയാൻ കാരണവുമുണ്ട്. ഹൃദയം നൽകിയ കുടുംബത്തിന് സ്വീകരിച്ച ആളുമായി വൈകാരികമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ തോന്നിയേക്കാം. ഇത് ഇരു കൂട്ടർക്കും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഉണ്ടാക്കിയേക്കാം. അതൊഴിവാക്കാനാണ് ഒരിക്കലും ഞങ്ങൾ ഇത് അറിയിക്കില്ലെന്ന് പറയുന്നത്. അകലെ നിന്നൊന്ന് കാണാനുള്ള അവസരമെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അവയവദാനം ഒരു സേവനമാണ്. വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് വഴി ഭാവിയിൽ സാമ്പത്തികമായ പല തെറ്റായ രീതിയിലേക്കും ഈ വിവരങ്ങൾ ദുർവിനിയോഗം ചെയ്തേക്കാം. അതുകൊണ്ട് എന്നെ നിർബന്ധിക്കരുത് ഡോക്ടർ. പ്ലീസ് പ്ലീസ് ഗോ. ദയവ് ചെയ്ത് അവൻ ഇതൊന്നും അറിയരുത്. മിസ്റ്റർ മഹേന്ദ്രൻ, അത് ഞങ്ങളുടെ എത്തിക്സിന് നിരക്കാത്ത കാര്യമാണ്. പേഷ്യന്റിന്റെ സമ്മതമില്ലാതെ ഞങ്ങൾക്കിത് ചെയ്യാനാവില്ല. അവൻ ആ ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കാനും തയ്യാറാവും. എന്ത് പറഞ്ഞു ഡോക്ടർ? ഡോക്ടറുടെ ഭാഗത്തുനിന്നും ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട, കിട്ടില്ല. ആ രമണിക്ക് എന്നൊന്ന് സഹായിക്കാൻ പറ്റുമോ? അപ്പോ പെങ്കൊച്ചു പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞു അല്ലേ? അതെ. അല്ല, ആ പയ്യന്റെ കൂടെ തന്നെയാണ് പോയതെന്ന് ഉറപ്പാണോ? അവൻ ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നത് മോളെ അവന് കെട്ടിച്ചു കൊടുക്കണമെന്ന് പറയാൻ. ഞാൻ അവനെ ഇറക്കി വിട്ടു. അതിന്റെ വൈരാഗ്യത്തിനാണ് വൈകിട്ട് തന്നെ അവൻ എന്റെ മോളെയും കൊണ്ടുപോയത്. ഈ പയ്യന്റെ വീട് എവിടെയാണെന്ന് അറിയാവോ? അവൻ അങ്ങനെ വീടും കുടുംബമൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. ജില്ലാ കളക്ടറുടെ സഹായം കൊണ്ടാണ് പഠിച്ചതെന്നാ അറിഞ്ഞത്. എന്ത് ജോലി ഉണ്ടെങ്കിലും അവനെ പോലൊരു പുറമ്പോക്കിന് ഞാൻ എന്റെ മോളെ കൊടുക്കില്ല. അത് തീർത്ത് പറഞ്ഞതുകൊണ്ടാ അവൻ ഈ കടുങ്കൈ എന്നോട് ചെയ്തത്. റസാഖിന് അറിയാവോ, എന്റെ മോളുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുക. ഇതെങ്ങനെ ആ ചെറുക്കന്റെ വീട്ടിൽ അറിഞ്ഞാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ തന്നെ വൈകി. ഇനിയും വൈകിയ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഈ കല്യാണം മുടങ്ങും. റസാഖ് എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തി എന്റെ കയ്യിലോട്ട് തരണം. ആപത്ത് കാലത്ത് ഞങ്ങളെ സഹായിക്കുന്നവരെ ഒപ്പം കൊണ്ട് നടക്കുന്നവരാണ് ഞങ്ങൾ. സാറിപ്പോ സഹായിച്ചാൽ ഇനി അങ്ങോട്ടും അതിന്റെ ഒരു ഗുണം സാറിന് ഉണ്ടാവും. ഗുണത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. പെൺകുട്ടിയുടെ കല്യാണം നിശ്ചയിച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ പെൺകുട്ടിയോട് സമ്മതം ചോദിക്കാതെയാണോ കല്യാണം നിശ്ചയിച്ചത്? ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ സമ്മതം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ കാലത്ത് അന്തസ്സോടെ ഒരു കല്യാണം നടത്താൻ പറ്റുമോ? ഏത് വലിയ വീട്ടിലെ പെങ്കൊച്ചിനും അവള് കണ്ടെത്തുന്ന ഒരു ഗതിയില്ലാത്തവനുണ്ടാവും. ഈ ഗതിയില്ലാത്തവൻ വലിയ വീട്ടിലെ പെങ്കൊച്ചിനെ പ്രേമിക്കുന്നതിന് പിന്നിൽ 2 ലക്ഷ്യങ്ങളുണ്ടാവും. പെണ്ണുമാവും, ഭാവിയിലേക്കുള്ള ജീവിതം മേലനങ്ങാതെ സേഫ് ആവുകയും ചെയ്യും. അങ്ങനെ എന്റെ മോളെ കണ്ടുകൊണ്ട് ഇതുപോലെ ഒരു ഗതിയില്ലാത്തവനൊന്നും മാണിക്കോത്ത് കുടുംബത്തിലേക്ക് വരണ്ട. അതുകൊണ്ട് തന്നെയാ അവർക്ക് പിന്നാലെയുള്ള എന്റെ ഈ ഓട്ടവും. വിവരങ്ങൾ കേട്ടതിൽ നിന്നും പെണ്ണും ചെക്കനും പ്രായപൂർത്തിയായവരാ. പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ നമ്മുടെ നിയമവും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ഒരച്ഛന്റെ മക്കളോടുള്ള സ്നേഹത്തിനും വാത്സല്യത്തിനും പരിധി നിശ്ചയിക്കാൻ ഏത് കോടതിക്കാണ് റസാക്കെ കഴിയുന്നത്? ഇത്രയും വളർത്തി വലുതാക്കി കൊണ്ടുവന്നതല്ലേ, എന്നിട്ട് അവരുടെ ഭാവി നിശ്ചയിക്കാൻ മാത്രം കോടതിയോ? റസാക്ക് അവരെ കണ്ടെത്തി എന്നെ ഏൽപ്പിച്ചാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാനും ശിവനൊക്കെ ഒന്നിച്ച് പഠിച്ചവരാ, അത് സാറിനും അറിയാലോ. അന്നും ശിവൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. റസാക്കിന് തെറ്റിയതാ. എനിക്ക് അങ്ങനെ ഒരു മകനില്ല.